കൊച്ചി ചെല്ലാനത്ത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് യാത്രക്കാരനെ വലിച്ച് താഴെയിട്ടു എന്ന ആരോപണത്തിൽ പരാതിക്കാരനെതിരെ തെളിവുകൾ നിരത്തി പോലീസ്. പരാതിക്കാരനായ അനിൽ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗത്തിലായിരുന്നു എന്നതിന്റെ ദൃശ്യം പുറത്തു വന്നു. പരിക്കേറ്റ അനിലിനെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന വാദവും പോലീസ് തള്ളുകയാണ്. ഇതാണ് ആ ദൃശ്യങ്ങൾ. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, നമുക്ക് ആദ്യത്തെ ഷോട്ടിൽ സ്പീഡിൽ വാഹനം വരുന്നു, പിന്നെ ഇവിടെ നിർത്തുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല. എന്താണ് സംഭവം എന്ന് പറയാം? ഇന്നലെ പോലീസിനെതിരെ വലിയ വിമർശനത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. അതായത് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് യാത്രികനായ അനിലിനെ പോലീസ് വലിച്ചു താഴെയിട്ടു, വണ്ടിയിൽ നിന്ന് വലിച്ചു താഴെയിട്ടു എന്നുള്ളതായിരുന്നു ആരോപണം. ഈ ആരോപണത്തിലാണ് ഇപ്പോൾ തെളിവുകൾ നിരത്തി പരാതിക്കാരനെതിരെ പോലീസ് തെളിവുകൾ നിരത്തുന്നത്. പരാതിക്കാരുടെ വാദങ്ങളെ തള്ളുകയാണ് പോലീസ് പറയുന്ന പ്രകാരം വാഹന പരിശോധനയ്ക്ക് വേണ്ടി ASI കൈ കാണിച്ചപ്പോൾ അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിർത്താൻ കൂട്ടാക്കിയില്ല. തുടർന്ന് മുൻപിൽ ഉണ്ടായിരുന്ന CPO പോയി ഇടിച്ചു. ആ CPOയുടെ ശരീരത്തിലൂടെ കയ്യിലൂടെ വണ്ടി കയറി ഇറങ്ങി. പിന്നീട് ആ ബൈക്ക് പോയി മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. പരിക്കേറ്റ CPOയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്നപ്പോൾ പരിക്കേറ്റ CPOയെ വളരെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ ഇവർക്കും ഈ അനിലിനും താഴെ വീണ്ടും പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അനിലിനോടും വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ പരാതിക്കാരായ അനിൽ പറയുന്നത് പോലീസ് തങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല. അതുമാത്രമല്ല, പോലീസ് പോയതിനു ശേഷം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ ബൈക്കിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത് എന്നതായിരുന്നു അനിലിൻ്റെ വാദം. എന്നാൽ ഈ വാദത്തെയാണ് പോലീസ് ഈ ദൃശ്യങ്ങളിലൂടെ പൊളിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അനിൽ ആശുപത്രിയിൽ എത്തിയതിൻ്റെ ദൃശ്യമാണ് രണ്ടാമത് കാണുന്നത്. ആ ദൃശ്യത്തിൽ അനിൽ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് സാധാരണ രീതിയിൽ ഇരുന്ന് വരികയും അതിനുശേഷം സാധാരണ പോലെ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് കെട്ടിയൊന്നും വെച്ചിട്ടില്ല. അതായത് ബൈക്ക് ഓടിച്ചിരുന്ന ആളുമായിട്ടൊന്നും കെട്ടി അവസ്ഥയിലായിരുന്നില്ല അതിലുണ്ടായിരുന്നു. മുഖത്ത് പരിക്കുകളുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അതോടൊപ്പം തന്നെ പറയുന്നത് ആശുപത്രി റെക്കോർഡ് പ്രകാരം ആശുപത്രിയിൽ അനിൽ കൊടുത്തിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് തെരുവ് നായ കുറുകെ ചാടി, അതിനെ തുടർന്ന് വാഹനം മറിഞ്ഞ് പരിക്കേറ്റതാണ് എന്നുള്ളതാണ്. പോലീസിൻ്റെ പരിശോധനയ്ക്കിടയിൽ പരിക്കേറ്റതാണെങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത് എന്നതാണ് പോലീസിൻ്റെ ഒരു ചോദ്യം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വിഷയവും പോലീസ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഡോക്ടറിൻ്റെ കുറിപ്പടിയിൽ അനിലിന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. അതായത് ഈ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയാണ്. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ ഇവരായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ തെളിവുകളിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ബിജുമോൻ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്ക് ബിജുമോൻ്റെ ദൃശ്യം തന്നെ കാണാൻ കഴിയും. കൈക്ക് സാരമായ പരുക്കുണ്ട്, കമ്പി ഇട്ടിട്ടുണ്ട് കൈക്ക്, കൈയുടെ കുഴ തെറ്റിയ അവസ്ഥയിലാണ്. അങ്ങനെ CPOയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അനിലിനും ബൈക്കിൽ നിന്ന് വീണ് മുഖത്തിന് പരിക്കുണ്ട്. മൂക്കിൻ്റെ പാലം ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അനിൽ പറയുന്നത്. അപ്പോൾ ഇന്നലെ മുഴുവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയായിരുന്നു കടുത്ത വിമർശനം ഉയർന്നിരുന്നത്. എന്നാൽ പോലീസ് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവരായിരുന്നു, അതായത് നിലവിലെ പരാതിക്കാരായിരുന്നു എന്നുള്ളതാണ്. ശരി, എന്തായാലും ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ പലതും അവകാശവാദങ്ങൾ പലതുണ്ടായാലും എന്താണ് സത്യാവസ്ഥ എന്ന് തെളിയിക്കാൻ പലപ്പോഴും ഈ CCTV ദൃശ്യങ്ങൾ പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്.